ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. സ്ഥിരമായിട്ട് പേഷ്യൻസിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നൊരു കാര്യമാണ്, ഞാൻ നല്ലോണം പല്ലൊക്കെ തേക്കുന്നുണ്ട്, നന്നായി പല്ലേക്കുന്നുണ്ട്, 2 നേരമൊക്കെ തേക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കിങ്ങനെ കേടുവരുന്നുണ്ടല്ലോ, എന്താ അപ്പോൾ ഇതിൻ്റെ കഥ, എന്തേക്കും ഇതിൻ്റെ അവസ്ഥ, എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്, ഞാൻ നല്ലോണം തേക്കുന്നുണ്ട് എന്നുള്ള ഒരു വാക്കുകൾ, അങ്ങനെ ഒരു പരിഭവം പലരിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 4 കാര്യങ്ങൾ, ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട 4 നിയമങ്ങളുണ്ട്. അതിൻ്റെ പുറമെ എന്തിനാണ് ബ്രഷിങ് എന്നുള്ളത് അറിയണം, എന്തിനല്ല ബ്രഷിങ് എന്നുള്ളതും നമ്മൾ അറിയണം. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രഷും പേസ്റ്റും മാത്രം ഉപയോഗിക്കുക, വേറൊന്നും തന്നെ ഉപയോഗിക്കരുത്. പൽപ്പൊടി, ഉമിക്കേരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പല്ലിൽ തൊടിയിക്കരുത്. അതൊക്കെ പല്ലിന് തേയ്മാനം ഉണ്ടാക്കി ഓവറായി ഉരഞ്ഞു പോയി പ്രശ്നം വരാൻ കാരണമാവും. ആ 1ാമത്തേതിൽ തന്നെ പറയാം, ബ്രഷ് തന്നെ ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക, ഹാർഡോ മീഡിയോ പോലും വേണ്ട, സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. പിന്നെ പേസ്റ്റ് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണ ചോദിക്കുക ഏതാണ് സോപ്പ് നല്ലതെന്നാണ്. അപ്പോൾ സോപ്പ് കുളിക്കാൻ നിർബന്ധമാണ് എന്നതുപോലെ പേസ്റ്റ് പല്ല് തേക്കാൻ നിർബന്ധമുള്ളൊരു വസ്തുവാണ്. ഏത് കമ്പനിയാണെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ ചീത്ത പേസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലാസി ഷൈനിങ് കൂടുതലുള്ള ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള പേസ്റ്റുകൾ തേയ്മാനവും കൂട്ടും, പല്ലിനും മോണക്കും പരിക്കേൽക്കുന്നത് കൂട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തത്, ഏറ്റവും കുറഞ്ഞ ഫോഴ്സിലായിരിക്കുക ബ്രഷ് ചെയ്യുന്നത്, തീരെ ഫോഴ്സ് കൊടുക്കരുത് ബ്രഷിങ്ങിൽ. 3ാമത്തത്, തീരെ ടൈം ഉണ്ടാവാതെ ചെയ്യാനും പാടില്ല, എന്നാൽ അമിതമായി ടൈം എടുക്കാനും പാടില്ല. എന്ന് വെച്ചാൽ 2 to 3 minutes, 2 മിനിറ്റ് വേണം. 32 പല്ലുള്ളതല്ലേ, 2 മിനിറ്റ് വേണം. പക്ഷേ 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കുകയും വേണം. ഓക്കെ. പിന്നെ അടുത്ത കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു റബ്ബിങ് ആക്ഷൻ, ഒരക്കുന്ന ആക്ഷൻ ഒഴിവാക്കണം ബ്രഷിങ്ങിൽ. ഈ റിസ്റ്റ് മൂവ്മെൻറ്റ് മാത്രം ചെയ്യുക. ബ്രഷ് ചാച്ചും ചെരിച്ചും ടിൽറ്റ് ചെയ്തൊക്കെ പിടിച്ച് ഓരോ പല്ലിലും ബ്രഷ് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി, ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പലപ്പോഴും ബ്രഷ് എത്തൂല, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രഷ് എത്തിച്ചിട്ടുണ്ട് ബ്രഷ് ചെയ്യാൻ നോക്കുക. ഇതാണ് 4 കാര്യങ്ങൾ ബ്രഷ് ചെയ്യുന്നത് പാലിക്കേണ്ടത്. പിന്നെ 2 നേരം ചെയ്യണം. രാത്രിയിൽ എന്തിന് ചെയ്യുന്നു? ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളെ കളയാനും കേടിനെ തടയാനുമാണ് രാത്രിയിൽ. രാവിലെ പിന്നെ എന്തിന് ചെയ്യുന്നു? രാവിലെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രഷ് ചെയ്ത് കിടന്നുറങ്ങിയ ആൾ എന്തിന് ചെയ്യുന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അവിടെ നമ്മൾ കളയുന്നത് ഉമിനീരിൻ്റെ വേസ്റ്റുകളെയാണ്. ഉമിനീരിൽ നിന്നും അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വേസ്റ്റുകളെയാണ്. ആ ഉമിനീരിൻ്റെ വേസ്റ്റുകൾ അടിഞ്ഞു കൂടിയിട്ടാണ് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞതുപോലെ പല്ലിൻ്റെ അഴുക്ക് കെട്ടി മോണക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനെ തടയാൻ ശ്രമിക്കാനാണ് രാവിലത്തെ ബ്രഷിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനെ കളയുന്നു, എന്തിനെ തടയുന്നു? അതായത് രാത്രിയിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെ കളഞ്ഞ് കേട് തടയാനും രാവിലെ ഉമിനീരിൻ്റെ അവശിഷ്ടങ്ങളെ കളഞ്ഞ് മോണരോഗം തടയാനുമാണ് ബ്രഷിങ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തിനാണ് ബ്രഷിങ് എന്നുള്ളത് പറയുന്ന പോലെ എന്തിനല്ല ബ്രഷിങ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എന്തിനല്ല എന്ന് ചോദിച്ചാൽ, പല്ല് വെളുക്കാനേ അല്ല. പല്ല് വെളുക്കാനല്ല പല്ല് തേക്കുന്നത്, വൃത്തിയാവാനാണ്. വെളുക്കലും വൃത്തിയാവലും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. വെളുത്തിരിക്കുന്നു എന്നുള്ളത് വൃത്തിയുടെ ഒരു ലക്ഷണമല്ല. ചില ആൾക്കാർക്ക് പല്ല് മഞ്ഞ നിറം ഉണ്ടാവും, നല്ല വെളുത്തവർക്ക് മഞ്ഞ നിറം ഉണ്ടാവുക, നല്ല ബ്ലാക്ക് ആയിട്ടുള്ള റൈസ് ഉള്ളവർക്കൊക്കെ പല്ല് വൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഞാൻ പൊതുവേ ഈ ക്ലാസ് അവസാനിപ്പിക്കൽ വെളുത്തിരിക്കുന്നു എന്നുള്ളത് പല്ലിനായാലും സ്കിന്നിനായാലും മഹത്തായ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്ത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ബ്രഷിങ് തീരെ ബ്രഷ് ചെയ്യാത്തതിനേക്കാളും നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകേണ്ട ഒരാൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ രാമനട്ടയാണ്, കോഴിക്കോട്ടേക്ക് പോകേണ്ട ഞാൻ കാറെടുത്ത് രാവിലെ തന്നെ പാലക്കാട് ഡയറക്ഷനിലേക്ക് വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ എഫക്റ്റാണ് ഉണ്ടാവുക. കോഴിക്കോട്ടേക്ക് പോവേണ്ട എനിക്ക് ദൂരം പിന്നെയും കൂടിക്കൂടി വരും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സീറോ എഫക്റ്റ്, ഇറ്റ് will be a negative effect. Brushing in a wrong direction, wrong way is a negative effect ആണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.